രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമുക്കെപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാൻ സഹായിക്കുന്ന എ.ടി.എം മെഷീനുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഈ മെഷീൻ ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ലോകചരിത്രത്തിൽ വലിയൊരു തർക്കമുണ്ട്. രണ്ട് സ്കോട്ട്ലാൻഡുകാർ തമ്മിൽ നടന്ന അദൃശ്യമായ ഒരു മത്സരത്തിൻ്റെ കഥയാണിത്. താൻ കണ്ടുപിടിച്ച സാങ്കേതിക വിദ്യയ്ക്ക് വെറും 10 പൗണ്ട്, ഏകദേശം 1000 രൂപ മാത്രം ബോണസ് കിട്ടിയ, വർഷങ്ങളോളം ലോകം മറന്നുപോയ ഒരു യഥാർത്ഥ ജീനിയസിൻ്റെ കഥ. ഒടുവിൽ 50 വർഷങ്ങൾക്കു ശേഷം ചരിത്രം അദ്ദേഹത്തിന് മുമ്പിൽ നീതി നടപ്പാക്കി. ദ സ്റ്റോറി ബോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക്, അതായത് 1960കളിലെ മധ്യത്തിലേക്ക് പോകാം. അക്കാലത്ത് ബാങ്കുകൾ സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണിക്ക് അടയ്ക്കുമായിരുന്നു. ജോലിക്ക് പോകുന്ന സാധാരണക്കാർക്ക് പണമെടുക്കാൻ ശനിയാഴ്ച രാവിലെ മാത്രമായിരുന്നു ഒരേയൊരു വഴി. എന്നാൽ ബാങ്ക് ജീവനക്കാരുടെ യൂണിയനുകൾ ശനിയാഴ്ചകളിൽ അവധി വേണമെന്നാവശ്യപ്പെട്ട് ബാങ്കുകൾക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി. ബാങ്കുകൾ അടച്ചുപൂട്ടുമ്പോൾ സാധാരണക്കാർക്ക് എങ്ങനെ പണം നൽകും? ഈ ചിന്തയിൽ നിന്നാണ് ബാങ്കുകൾ അടച്ചിടുമ്പോഴും പണം തരുന്ന ഒരു മെഷീൻ എന്ന ആശയം ജനിക്കുന്നത്. ഈ ദൗത്യം ഏറ്റെടുത്തത് ഗ്ലാസ്ഗോയിലെ ഒരു കമ്പനിയിൽ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറായിരുന്ന ജെയിംസ് ഗുഡ്ഫെല്ലോ എന്ന ചെറുപ്പക്കാരനായിരുന്നു. മെഷീൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ജെയിംസ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി സുരക്ഷയായിരുന്നു. വഞ്ചകരായ ആളുകൾ വന്ന് മെഷീനിൽ നിന്ന് പണം മോഷ്ടിക്കാതെ യഥാർത്ഥ കസ്റ്റമർക്ക് മാത്രം എങ്ങനെ പണം കൊടുക്കും? വിരലടയാളവും കണ്ണ് സ്കാൻ ചെയ്യുന്നതുമൊക്കെ ആലോചിച്ചെങ്കിലും 60കളിലെ സാങ്കേതിക വിദ്യയ്ക്ക് അത് അസാധ്യമായിരുന്നു. അവിടെയാണ് ജെയിംസ് ഗുഡ്ഫെല്ലോയ്ക്ക് ആ യുറേക്ക നിമിഷമുണ്ടാകുന്നത്. അദ്ദേഹം ഒരു വിപ്ലവകരമായ ആശയം കണ്ടെടുത്തു. പിൻ നമ്പർ, അതായത് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. കസ്റ്റമർക്കും ബാങ്കിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ കോഡ്. ഇന്നത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ അതേ വലിപ്പമുള്ള ഒരു കാർഡും ഈ പിൻ നമ്പറും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഷീൻ്റെ ഡിസൈൻ അദ്ദേഹം പൂർണ്ണമായി വിജയിപ്പിച്ചെടുത്തു. 1966 മെയ് മാസത്തിൽ ജെയിംസ് ഗുഡ്ഫെല്ലോ ഈ കണ്ടുപിടുത്തത്തിന് ലോകത്താദ്യമായി പേറ്റന്റ് സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ജെയിംസ് ഗുഡ്ഫെല്ലോ പാറ്റന്റ് എടുത്ത് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ലണ്ടനിൽ വലിയൊരു വാർത്താ പ്രാധാന്യത്തോടെ ലോകത്തിലെ ആദ്യത്തെ ക്യാഷ് മെഷീൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 1967 ജൂൺ 27-ന് ലണ്ടനിലെ ബാർക്ലേസ് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ വെച്ച് പ്രശസ്ത കോമഡി താരം റഗ് വാർണിയാണ് ഇതിൽ നിന്നും ആദ്യമായി പണമെടുത്ത് ഈ മെഷീൻ വികസിപ്പിച്ചത്. ജോൺ ഷെപ്പേർഡ് ബാരൻ എന്ന മറ്റൊരു സ്കോട്ട്ലാൻഡുകാരനായിരുന്നു. ബാങ്ക് മേധാവിയോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ ബുദ്ധി തോന്നിയത്. എന്നാൽ ഈ മെഷീൻ്റെ സാങ്കേതിക വിദ്യ തികച്ചും വ്യത്യസ്തമായിരുന്നു. അതിൽ പ്ലാസ്റ്റിക് കാർഡുകൾ ഇല്ലായിരുന്നു. പകരം കാർബൺ 14 എന്ന നേരിയ റേഡിയോ ആക്റ്റീവ് പദാർത്ഥം ചേർത്ത പ്രത്യേക ചെക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. തട്ടിപ്പുകാർ വിവരങ്ങൾ അറിയാതിരിക്കാൻ അദ്ദേഹം ഈ മെഷീന് പാറ്റന്റ് എടുത്തിട്ടുമില്ലായിരുന്നു. ജെയിംസ് ഗുഡ്ഫെല്ലോയുടെ മെഷീൻ വിപണിയിൽ ഇറങ്ങുന്നതിന് വെറും 1 മാസം മുമ്പാണ് ജോൺ തൻ്റെ മെഷീൻ പുറത്തിറക്കിയത്. അതോടെ ലോകം മുഴുവൻ ജോൺ ഷെപ്പേർഡ് ബാരനെ എ.ടി.എമ്മിൻ്റെ സൃഷ്ടാവായി വാഴ്ത്തി. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കാർഡും പിൻ നമ്പറും അടക്കമുള്ള സിസ്റ്റം കണ്ടുപിടിച്ച ജെയിംസ് ഗുഡ്ഫെല്ലോ പൂർണ്ണമായും വിസ്മരിക്കപ്പെട്ടു. വെറും സാധാരണ ജീവനക്കാരായിരുന്ന ജെയിംസിന് തൻ്റെ കമ്പനിയിൽ നിന്നും ഈ വലിയ കണ്ടുപിടുത്തത്തിന് ആകെ കിട്ടിയത് വെറും 10 പൗണ്ട്, ഏകദേശം 1000 രൂപ ബോണസ് മാത്രമായിരുന്നു. കാലം ഒരുപാട് കടന്നുപോയി. 2005-ൽ ജോൺ ഷെപ്പേർഡ് ബാരന് ബാങ്കിംഗ് രംഗത്തെ സംഭാവനകൾക്ക് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ
വലിയ ആദരവ് ലഭിച്ചു. എന്നാൽ യഥാർത്ഥ പേറ്റന്റ് ഉടമയായ ജെയിംസ് ഗുഡ്ഫെല്ലോ അപ്പോഴും നിശബ്ദനായിരുന്നു. പിന്നീട് BBC അടക്കമുള്ള മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് പ്ലാസ്റ്റിക് കാർഡും പിൻ നമ്പറും ആദ്യമായി പേറ്റന്റ് ചെയ്തത് ജെയിംസ് ആണെന്ന സത്യം ലോകം വീണ്ടും തിരിച്ചറിയുന്നത്. ആദ്യം എത്തിക്കുക എന്നതല്ല, കൃത്യമായ സാങ്കേതികവിദ്യ ഉണ്ടാക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യമെന്ന് ജെയിംസ് പിന്നീട് പറയുകയുണ്ടായി. ഒടുവിൽ ചരിത്രം ജെയിംസ് ഗുഡ്ഫെല്ലോയ്ക്ക് അർഹിച്ച അംഗീകാരം തന്നെ നൽകി. 2006 ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തിന് OBE ബഹുമതി നൽകി ആദരിച്ചു. ടെലിവിഷൻ കണ്ടുപിടിച്ച ജോൺ ലോഗി ബെയർഡിനൊപ്പം സ്കോട്ട്ലാൻഡിൻ്റെ എഞ്ചിനീയറിംഗ് ഓഫ് ഫെയിമിലും അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കപ്പെട്ടു. ഇന്ന് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് പുസ്തകങ്ങളിലും പോലും ATMൻ്റെ ഔദ്യോഗിക സൃഷ്ടാവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ജെയിംസ് ഗുഡ്ഫെല്ലോയുടെ പേരാണ്. ആദ്യമായി മെഷീൻ പുറത്തിറക്കിയ ആളാണോ അതോ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പിൻ നമ്പറും കാർഡും കണ്ടുപിടിച്ച ആളാണോ യഥാർത്ഥ സൃഷ്ടാവ്? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മികച്ച ചരിത്ര കഥകൾക്കായി ദ സ്റ്റോറി ബോക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.